തെരുവിൽ ചെരുവിലായി ഇനി ഒന്നായി ഒന്നായി കാണാം കനവേ. പകലിൻ വാതിൽ തുറന്നേ തഴുകും മണ്ണിൻ മാറാകെ ചിരിയും നോവും കലരും വഴിയിൽ വീണ്ടും ഈ നമ്മൾ വെയിലോടും പടകൾ പതിയെ ചിറകേറാം കനവേ. കൊടുമുടിനെ കുടി പറത്ത് ഉലകിനെ നടുനടുക്ക് Monica Bellucci இறங்கி வந்தாச்சு கடலை கொந்தளிக்கும் சுனாமியே உண்டாச்சு. Monica Bellucci எதிர்ப்பா எனர்ஜி தலையை சுத்த வைக்கும் சுறாவளி பொண்ணாச்சு. பட்டன்னு பார்த்தாலே பல்ஸ் தும்பாடி கொட்டுபா மீனெல்லாம் கூத்தாடுமே. இரவ கலராக்கும் ஜலேபி லேடி சால்ட்டும் நான் தொட்டா ஸ்வீட் ஆகுமே. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്, ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് മൊമെൻ്റ് ആയിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പായാലും ഒരു 2-3 വർഷമായിട്ട് ന്യൂ ഇയർ ഒന്നും ഇതേപോലെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഒരിക്കലും വിചാരിച്ചല്ല എനിക്ക് ഇങ്ങനെയുള്ള ക്യാമ്പുകൾക്ക് വന്ന് നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല. കാരണം ഈ ട്രിപ്പും കാര്യങ്ങളും പോയുള്ളൊരു ഇത് നല്ലൂ നമുക്ക് ഇതിനകത്തൊന്നും വൈബ് പിടിക്കാനൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് കൂട്ടുകാരന്മാർ പോകണോണ്ട് ഇപ്പോൾ NSS പേര് കൊടുത്ത ഞാനാണ്. +2 NSS പോയി പേര് കൊടുത്ത് പോയി. ഇപ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ തിരിച്ച് അതേപോലെ ഇറങ്ങി പോന്നു. അതൊരു വലിയൊരു കുറ്റബോധമായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു. പിന്നെ കുറച്ച് പേരെന്ന് വെച്ചാൽ കണ്ടിട്ടുണ്ടെങ്കിലും പേര് പോലും അറിയില്ലാത്തവരുണ്ട്. പക്ഷെ ഇപ്പോഴാണ് എല്ലാവരും പരിചയപ്പെടുകയും മിണ്ടുകയും ഒക്കെ ചെയ്തിട്ട്. ക്ലാസ്സിൽ തന്നെ മിക്കവരായിട്ടും വലിയ കമ്പനി ഉണ്ടായില്ല. എന്നിട്ട് ഇപ്പം എല്ലാവരുമായിട്ടും കമ്പനിയായി. ഇവിടെ വന്നപ്പോഴാണ് എല്ലാവരുടെ കമ്പനി ആയത്. സൂരജിനൊക്കെ എനിക്ക് കണ്ടപ്പോൾ പേടിയൊക്കെ ആയിരുന്നു ആദ്യം. ഇനി ഇവിടെ വന്നപ്പോഴാണ് ഇനി ഭയങ്കര ചില്ലാന്നൊക്കെ മനസ്സിലായത്. നല്ല കമ്പനി ആയിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ ഇവരായിട്ട് ഞാൻ കുറച്ച് ദിവസത്തേക്ക് അടിക്കുന്നുണ്ട്. മാസങ്ങളായിട്ട് ഞാൻ അടിയിലായിരുന്നു. മിണ്ടാറൊന്നുമില്ല, കണ്ടാൽ മൈൻഡ് പോലും ചെയ്യില്ലായിരുന്നു. പിന്നെ ആശാ മിസ് ഇവിടെ 2ാമത്തെ ദിവസം കണ്ട് എന്നോട് പറഞ്ഞ് ഇങ്ങനെ മാറി നടക്കാൻ പാടില്ല, എല്ലാവരോടും കൂട്ടുകൂടണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഫോണില്ലാണ്ട് 7 ദിവസം ഞാൻ ഭയങ്കര ഫോണിന് അഡിക്റ്റാണ്. പക്ഷേ ഞാൻ നൈറ്റ് കുറച്ച് ലേറ്റായിട്ട് ഇങ്ങനെ ഫോണും നോക്കിയിട്ടൊക്കെ കിടക്കാറ്. ക്ലാസ്സിലിരുന്നായാലും ടീച്ചർമാർ പഠിക്കുന്ന റീലാണ്. സന്ധ്യ മിസ്സൊക്കെ പഠിപ്പിക്കുമ്പോൾ മൈൻഡ് പോലും ഉണ്ടായില്ല. പക്ഷേ മിസ്സൊക്കെ ഇത്രയും പാവാണ്, ഒരു ഇതാന്ന് പറയുന്ന മിസ്സിന് ഈ ക്യാമ്പിലൂടെയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ 4 ആൾക്കാരുടെ മുമ്പിൽ മൈക്കിട്ട് സംസാരിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായില്ല. അത് കഴിഞ്ഞ ദിവസം ഞാൻ സോനെ ആങ്കർ ചെയ്ത് കൾച്ചർ പ്രോഗ്രാം ആങ്കർ ചെയ്തപ്പോഴാണ് എനിക്ക് അതിനുള്ള ധൈര്യം കിട്ടിയത്. ഇപ്പോൾ ഭയങ്കര സന്തോഷമായി, കാര്യമായിട്ടത് ഭയങ്കര സന്തോഷമായിരിക്കും. അതേപോലെ തന്നെ തുമ്പിയുടെയൊക്കെ ഒച്ച ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ പൊങ്ങി കാണുന്നത്. കാരണം ക്ലാസ്സിലാണെങ്കിൽ തന്നെയും വളരെ ഒച്ച കുറച്ച് സംസാരിക്കാനുള്ള തുമ്പി മൈക്കെടുത്ത് സംസാരിക്കാന്നൊക്കെ. ഞാനും നിങ്ങളെപ്പോലെ നല്ല സേഫ് സോണിലാണ് വളർന്നത്.
എനിക്ക് 2.5 വയസ്സുള്ളപ്പോൾ എൻ്റെ മാതാവും പിതാവും എന്നെ ഉപേക്ഷിച്ചു പോയതാണ്. അന്ന് മുതൽ എന്നെ വളർത്തിയത് എൻ്റെ അമ്മയുടെ അമ്മയായിരുന്നു. ഞാൻ അങ്ങനെ ആ 2.5 വയസ്സ് മുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2.5 വയസ്സെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അറിവോ പ്രാപ്തിയോ അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള ശേഷിയൊന്നും ഇല്ലാത്തൊരു സമയം. ഞാൻ ഇതുവരെ വീട്ടിൽ നിന്നൊന്നും മാറി നിന്നിട്ടില്ല. ഇത്രയും കാലമായിട്ട് ഓരോ ദിവസം ടൂറൊക്കെ പോയിട്ടുണ്ട്, അല്ലാണ്ടൊന്നും മാറി നിന്നിട്ടില്ല. ചേരാൻ നല്ലൊരു ഭാഗ്യം. സത്യം പറഞ്ഞാൽ ഈ ഒരു മൊമെന്റ് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് വെറുതെ ഇരിക്കുന്നുണ്ടാവുള്ളൂ. നമ്മുടെ കോളേജിൽ എന്ത് പരിപാടി നടന്നാലും എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന ഒരാൾ നമ്മൾ വീട്ടുപറ്റുന്നു പോയ അതുലാണ്. ഈ സുഹൃത്തുക്കളെ വിട്ടുപിരിഞ്ഞ് പോകേണ്ടവരും NSS വിട്ടു വരേണ്ടവരും, ഞാൻ ഇന്നലെ അച്ഛനോട് പറഞ്ഞു ഞാൻ അവിടെ ചെന്നാലും NSS പോലെ നിരകച്ചിരിക്കുന്നു. നമുക്കറിയാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് വേഗം തീർന്നു പോയ പോലെ ഒരു ഇതുണ്ട്. പ്ലസ് ടുവിലൊക്കെ NSS ഉണ്ടായിരുന്നു, പേരൊക്കെ കൊടുത്തു. പിന്നെ അവരുടെ ലിസ്റ്റ് വന്നപ്പോൾ പേരൊന്നും ഉണ്ടായിരുന്നില്ല. റാങ്കോ കാര്യങ്ങളായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. പിന്നെ ഈ ക്ലാസ്സുകൾക്ക് ഞാൻ ഒരിക്കലും നിൽക്കാറുള്ളതല്ല. എല്ലാ ദിവസവും 2 മണിക്കൂർ ക്ലാസ് ഉണ്ട്. ഞാൻ ഒരിക്കലും ഒരു ക്ലാസ്സിനും ചെവി നോക്കാൻ നിന്നിട്ടില്ല. കാരണം 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഒട്ടുമിക്ക പേരും തല പിടിച്ചു തുടങ്ങും. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെക്കാട്ടിലും ഇൻട്രോവേർട്ടായിരുന്നു അത് ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ കരയിൽ സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല. ഞാൻ സൂര്യന്റെ അടുത്ത് പറഞ്ഞപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയിടാ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു അവിടെ ഇരുന്ന്. പറയും അതൊന്നും കിട്ടണത് താനേ നീയില്ല നേരങ്ങൾ താളം പോകലേ മിഴിയോരം പകലാകൂ നിധിയേ നീ കണിയാകൂ ഇമനേരം പിരിയാതെൻ കണ്ണേ തന്നെത്താനേ തീരുന്നെന്നോ തീരാനോവായി നീളുന്നോ
അവരെല്ലാവരും എന്നെ എന്താ പറയാ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ അതേപോലെ നീ ഇവിടെ വന്നപ്പോഴാണേലും ഞാൻ വിചാരിച്ച പോലെ നല്ല എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. അതുപോലെ എന്നെ ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്ത് എന്നെ എന്താ പറയാ എനിക്ക് മാക്സിമം എല്ലാം സ്റ്റേജിൽ കാണിക്കാൻ സപ്പോർട്ടാണ്. ഇനി ഒരു അവസരത്തിന് ആശാമിസിനും പഞ്ചാബിസിനും അതുപോലെ ചേട്ടന്മാർ തന്നെ കണ്ടത് ആതിര മരിയറ്റ് പിന്നെ ജെസി ചേച്ചി അച്ഛൻ എല്ലാവർക്കും താങ്ക് യു പറയാനില്ല. എല്ലാവരും കാണുമ്പോൾ ഭയങ്കര വിഷമമായി. കരയൊന്നും വേണ്ട, നമ്മളിനി കോളേജിൽ വെച്ച് കാണാൻ പോവാണ്. ഇനി ഒരിക്കലും ഈ വായ്ക്കരയുടെ മണ്ണിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയില്ല. ചേർത്ത് പിടിക്കലിൻ്റെ, സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ 7 ദിനരാത്രങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ആദ്യ ദിവസം പരിചയം പോലുമില്ലാതെ കടന്നു വന്നവരാ. പിരിയുമെന്നുറപ്പായിരുന്നു. പക്ഷേ പറിച്ചെറിഞ്ഞാലും പോവാത്ത വിധം മനസ്സിൽ വേരുറച്ചു പോയല്ലേ. മടങ്ങിപ്പോകാൻ കഴിയാത്ത വിധം ഈ വായ്ക്കരയുടെ മണ്ണിനെ നമ്മൾ സ്നേഹിച്ചു. മനസ്സിൽ എവിടെയോ ചില മുറിവുകൾ ഏറ്റിട്ടുണ്ട്, ചില വിങ്ങിപ്പൊട്ടലുകൾ. അത് ഏറ്റുപറച്ചിലാവാം, ആശ്വസിപ്പിക്കലാവാം, തിരിച്ചറിയലാവാം, സാന്ത്വനമാവാം. പങ്കിട്ട സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഓർമ്മകളാണ് ഈ കണ്ണുകളിലൂടെ നിറഞ്ഞൊഴുകുന്നത്. അറിയാം, നിങ്ങൾക്കൊരുപാട് പറയാനുണ്ട്. ഈ ക്യാമ്പ് തുടങ്ങുമ്പോൾ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ സ്നേഹവും കൂട്ടായ്മയും. ഈ കാഴ്ചയുടെ നിറവിലാണ് ഞങ്ങൾ. ചേർത്തുപിടിക്കലിൻ്റെയും അധ്വാനത്തിൻ്റെയും കളിചിരിയുടെയും ഒക്കെ 7 ദിനരാത്രങ്ങളാണ് കടന്നുപോയത്. ഉണർവ് ഒരു ക്യാമ്പിൻ്റെ പേരല്ല, മറഞ്ഞു കിടന്ന സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും പേരാണ്. കണ്ണ് നിറയ്ക്കുന്ന, മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടല്ലേ. നമുക്ക് പോയേ പറ്റൂ. കൈകൾ ചേർത്ത് പിടിച്ചാൽ ഹൃദയവും തമ്മിൽ ചേർക്കാമെന്ന് പഠിപ്പിച്ച ആ മനസ്സിനൊപ്പം നമുക്ക് സഞ്ചരിക്കാം. നമ്മൾ കയ്യിൽ കരുതിയതൊന്നും ഇവിടെ നിന്നും കൊണ്ടുപോകുന്നില്ല. അഹങ്കാരം, മടി, വാശി എല്ലാം ഈ വായ്ക്കരയുടെ മണ്ണിൽ ഉപേക്ഷിച്ചാണ് നമ്മൾ ഇവിടെ നിന്നും വിട പറയുന്നത്. ഉറക്കത്തിൽ നിന്നും ഉണർവിലേക്കുള്ള യഥാർത്ഥ യാത്ര നമ്മൾ തുടങ്ങുകയാണ്. ഞാൻ എന്നതിൽ നിന്ന് നമ്മൾ എന്നതിലേക്കുള്ള യാത്ര. ഇവിടെ നിന്ന് പഠിച്ചതത്രയും സമൂഹത്തിന് വെളിച്ചമായി മാറട്ടെ. ഈ വായ്ക്കര സ്കൂളും NSS ക്യാമ്പും 7 ദിനരാത്രങ്ങളും മായാതെ നിൽക്കട്ടെ. സ്നേഹത്തോടെ നിങ്ങളുടെ പ്രോഗ്രാം ഓഫീസർ ആശാ മിസ്. നീയാം ലോകം തീരാതെ നീളെ വാഴേണം, നീരാഴങ്ങൾ തോരേണം, എന്നുയിരായി തുടരേണം.